ഗമജോബ, നമുക്ക് ഇന്നൊരു ചിക്കൻ മപ്പാസ് വെച്ചാലോ? അതിനെ ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെക്കാം. ഞാൻ ഇവിടെ 3 സവോളയും 1 പച്ചമുളകും 2 വലിയ കിഴങ്ങും ഒരു പകുതി പീസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളൊരു പാൻ എടുത്ത് വെക്കണം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവോളയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് ഇടണേ. അത് അത്യാവശ്യം നന്നായിട്ട് വഴണ്ടു വരുമ്പോഴത്തേക്ക് നമ്മൾ പകുതി മുറിച്ച് വെച്ചിരുന്ന തക്കാളിയും അതിലേക്ക് ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് പിന്നെയും നമ്മൾ നന്നായിട്ട് വഴണ്ടു വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് മസാലപ്പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ചേർക്കുക. ഇവയെല്ലാം ചേർത്ത് നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കണം. മസാലക്കുത്ത് മാറുന്നിടം വരെ. അത് മാറിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും തേച്ച് വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ഇടുക. എനിക്ക് ചിക്കൻ വെളുത്തിരിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതിലേക്ക് ചേർത്തത്. പിന്നെ ഒരു ഇച്ചിരി നാരങ്ങ നീര് കൂടെ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. നമ്മൾ അതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ചിക്കനിൽ നിന്നുള്ള വെള്ളം തനിയെ ഇറങ്ങി വരണം. വെള്ളം കണ്ടുവരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന കിഴങ്ങ് കൂടെ ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും വേവിക്കാൻ വെക്കുക. കിഴങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വരണം. കിഴങ്ങൊരു പകുതി വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുക. എന്റെ തേങ്ങാപ്പാൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങാപ്പൊടി കലക്കാണ് ഒഴിച്ചത്. ജോർജിയിലെ വെള്ളം ഹാർഡായതുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ പൊടിയായിട്ട് കിടക്കുന്നത്. പക്ഷെ തിളക്കുമ്പോഴത്തേന് എല്ലാം ശരിയായിക്കോളും. ഇനി നമുക്ക് അത് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ടിട്ട് നമുക്ക് കടുക് താളിച്ചിടണം. അതിനെ നമ്മൾ വേറെ പാൻ എടുത്ത് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ വെച്ച് എണ്ണ ചൂടാവുമ്പോൾ കടുകും പച്ചമുളകും ഇട്ട് പൊട്ടിക്കുക. അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് സവോളയും ഒരു ഇച്ചിരി മുളക് പൊടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് താളിച്ചെടുക്കുക. അതിനുശേഷം ഈ താളിപ്പ് നമ്മുടെ തിളച്ചോണ്ടിരിക്കുന്ന ചിക്കൻ മപ്പാസിലേക്ക് ഒഴിക്കുക. ഇളക്കിയതിനു ശേഷം നമ്മൾ 2ാം തേങ്ങാപ്പാൽ ഒഴിക്കുക. ഞാൻ വീണ്ടും തേങ്ങാപ്പൊടി കലക്കാണ് ഒഴിച്ചത്. എന്നിട്ട് വീണ്ടും തിളയ്ക്കാനായിട്ട് വെക്കുക. തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അടിപൊളി ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് പാലപ്പത്തിന്റെ കൂടെയാണ് കോമ്പിനേഷൻ ആയിട്ട് കഴിച്ചത്. അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ. മസലമാ.